ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പിസ്സ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമുള്ള, സ്പെഷ്യലി കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡാണിത്. എന്നാൽ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാന്ന് വെച്ച് പലരും ഉണ്ടാക്കി നോക്കാറില്ല. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് റെഡിയാക്കാം. ഇതിന് വേണ്ട പിസ്സ സോസും പിസ്സ ബേസും എല്ലാം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി അതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കണം എന്നുള്ളവർ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പിസ്സ ബേസാണ് റെഡിയാക്കേണ്ടത്. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 3/4 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഓയിൽ, 3 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. ഞാൻ അത് തൈരിൻ്റെ കൂടെ ചേർത്തതാണ്. തൈര് നല്ല കട്ടയായിരുന്നു, അതുകൊണ്ട് അതൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് തൈരിൻ്റെ കൂടെ ചേർത്തത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇടയിൽ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പിസ്സ ബേസിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നനഞ്ഞൊരു തുണി കൊണ്ട് മൂടി വയ്ക്കാം. അടുത്തതായി പിസ്സ സോസ് റെഡിയാക്കാൻ ഞാൻ 2 തക്കാളി വേവിക്കാൻ വെക്കുകയാണ്. തക്കാളി വെന്തതിന് ശേഷം ഞാനത് ചൂടാറാൻ വേണ്ടി പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് ഒരു മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി പിസ്സ സോസ് നമുക്ക് റെഡിയാക്കാം. ഇതിനായി ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. വെളുത്തുള്ളി നല്ല ചെറുതായി അരിയാനൊന്ന് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേറൊന്നുമല്ല, നമ്മൾ സാധാരണ വറ്റൽ മുളക് ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്താൽ മതി. പിന്നെ ചെറുതായി അരിഞ്ഞ് സവാള, ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കാശ്മീരി ചില്ലിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ ഉണ്ടാവും നമ്മുടെ സോസിന്. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ പിസ്സ ബേസിന് വേണ്ടി റെഡിയാക്കിയ മാവ് ഇപ്പോൾ കുറച്ചൊക്കെ പൊന്തിയിട്ടുണ്ടാവും. അരമണിക്കൂറൊക്കെ ആയി. ഇതിന് നമ്മൾ ഏത് പാനിലാണോ പിസ്സ ഉണ്ടാക്കുന്നത് ആ പാനിലേക്ക് വെച്ച് കൊടുത്ത് കൈകൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റാണ്. കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ തന്നെ അത് നന്നായിട്ട് പരത്താൻ പറ്റും. ഇപ്പോൾ ഇത് നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറഞ്ഞു പോകണ്ട, ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടെ കനം വേണം. ഇനി ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിന് കുറച്ച് ഹോൾസ് ഇടുവാണ്. വേറൊന്നുമല്ല, ആദ്യം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് പൊള്ളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പൂൺ ഉപയോഗിച്ചായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ചൂടാക്കി എടുക്കാം. 1 മിനിറ്റ് മതിയാവും ഇതൊന്ന് കുക്കായി വരാൻ. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റേ സൈഡും നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പിസ്സ ബേസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മൊസറല്ല ചീസ് ഒന്നും അല്ല എടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് കിട്ടുന്ന സ്ലൈസ്ഡ് ചീസ് ഞാൻ കത്തി വെച്ച് ചെറുതായി അരിഞ്ഞിട്ട് വെച്ച് കൊടുത്താണ്. അതിന് മുകളിൽ കുറച്ച് വെജിറ്റബിൾസ്, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം, ടൊമാറ്റോ, ഓണിയൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ചും കൂടെ ഞാൻ ചീസ് ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ പിസ്സ ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ചീസ് മെൽറ്റായി വരുന്നത് വരെ കുക്ക് ചെയ്താൽ മതിയാവും. ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി പിസ്സ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സാധാരണ ഒറിഗാനോ ലീവ്സ്, ഒലിവ് ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് പിസ്സ റെസിപ്പീസ് നമ്മൾ കാണാറ്. പക്ഷെ നമ്മളിവിടെ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്ന് വെച്ച് ടേസ്റ്റിന് ഒരു കുറവുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നും കൂടെ സെലക്ട് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്